Hello, my dear friends, welcome back. So, today, Dear Ijwale, or a feminist manifesto in 15 suggestions. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. സോ ഡിയർ ഇജ്വാല എന്ന് പറയുന്നത് നമ്മുടെ ചിമാമന്ത ൻഗൂസി അഡീസി 2016 ഒക്ടോബർ 12 അവരുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ ഒരു പോസ്റ്റ് ഇടുകയുണ്ടായിരുന്നു. അതിനുശേഷം 2017 മാർച്ച് 7 ആ ഒരു പോസ്റ്റ് ഒരു ബുക്കാക്കിയിട്ട് പബ്ലിഷ് ചെയ്യുന്നത്. സത്യത്തിൽ ഈ ഡിയർ ഇജ്വാല എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ ഇമെയിലാണ്, റിട്ടൺ ബൈ അഡീഷി. എന്തിനാന്ന് വെച്ചാൽ ഇവരുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഇജ്വാലെ. അവർ ഇവരുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അവർ ഇവരുടെ ഒരു അഡ്വൈസ് ചോദിച്ചു. സോ അതിന് റെസ്പോൺസ് ആയിട്ടാണ് നമ്മുടെ അഡീച്ചി ഈ ഇമെയിൽ എഴുതുന്നത്. സോ എന്തായിരുന്നു എന്ന് വെച്ചാൽ അവർ ചോദിച്ചത് അഡീഷ്യസ് അഡ്വൈസ് ഓൺ ഹൗ ടു റൈസ് ഹെർ ഡോട്ടർ ഫെമിനിസ്റ്റ്. നമ്മുടെ ഇജ്വാലയ്ക്ക് ഒരു ഡോട്ടറുണ്ട്, ഒരു മകളുണ്ട്. സോ അവളെ എങ്ങനെ ഒരു ഫെമിനിസ്റ്റായിട്ട് വളർത്താം എന്നുള്ളതിന് അഡ്വൈസാണ് നമ്മുടെ അഡീഷിനോട് ചോദിക്കുന്നത്. ആൻഡ് ഇതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കമ്പോസർ ഓഫ് 15 സജഷൻസ് ഓൺ ഹൗ ടു റൈസ് എ ഫെമിനിസ്റ്റ് ഡോട്ടർ. എങ്ങനെയാണ് ഒരു പെൺകുട്ടിയെ, ഒരു മകളെ ഫെമിനിസ്റ്റായിട്ട് വളർത്താം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു 15 സജഷൻസാണ് ഇത് കമ്പോസ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ അഡീഷി അറ്റംപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു ജെൻഡർ റോൾസ് എക്സ്പെക്റ്റേഷൻ, കുറച്ചൊരു പ്രെജുഡീസുകളുണ്ട്. സോ ഇതിനൊക്കെ ചലഞ്ച് ചെയ്യുകയാണ് ഇവിടെ. അഡീഷിൻ്റെ അഭിപ്രായത്തിൽ പ്രോബ്ലം, അതായത് ഈ ജെൻഡർ ഇനിക്വാലിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ബർത്ത്, ജനിക്കുമ്പോൾ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു അഡ്വൈസ് നമ്മുടെ പാരൻസ് നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന അഡ്വൈസാണ് അവരെ എങ്ങനെ മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യണം വെൻ ദേ ആർ അഡൽട്ട്. അവർ അഡൽട്ട് ആകുന്ന സമയത്ത് അവർ മറ്റുള്ളവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, എങ്ങനെ പെർസീവ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് പാരൻസ് അവരുടെ മക്കൾ ചിൽഡ്രൻ ആയിരിക്കുന്ന സമയത്ത്, കുട്ടികളായിരിക്കുന്ന സമയത്ത് കൊടുക്കുന്ന അഡ്വൈസ് ഇതാണ് തീരുമാനിക്കുന്നത്. സോ അഡീഷ്യസ് 15 സജഷൻസ് ഓൺ ഹൗ ടു റൈസ് എ ഫെമിനിസ്റ്റ് ചൈൽഡ് എന്ന് പറയുന്നത് ഭയങ്കര ഇൻവാല്യുബിളാണ്, എന്നാൽ കുറച്ച് ഫണ്ണിയാണ്. അത് മാത്രമല്ല പാരൻസിന് ഒരു കൈൻഡ് ഓഫ് എൻകറേജ് ആണ്. എങ്ങനെയാണ് നമ്മുടെ മക്കളെ സ്ട്രോങ് ആയിട്ട്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, റെസ്പെക്റ്റ്ഫുൾ, അതായത് മറ്റുള്ളവരെ ബഹുമാനിക്കാൻ ഇങ്ങനെയൊക്കെ രീതിയിൽ എങ്ങനെ വളർത്താം എന്നുള്ളതിനെ ഒരു എൻകറേജ് ചെയ്യിപ്പിക്കുന്നതാണ് ഈ 15 സജഷൻസ് എന്ന് പറയുന്നത്. Okay, and she hopes it will enable the daughter to grow up strong, empowered and independent. Okay, so അപ്പോൾ ഇത്തരത്തിലുള്ള ഇവരുദ്ദേശിക്കുന്നത് മെൻ ആൻഡ് വിമൻ. സോ ഇവരുടെ ഇടയിൽ ഇക്വാലിറ്റി പ്രൊമോട്ട് ചെയ്യുകയാണ്. സോ അവരുടെ വർക്കുകളിലൂടെ എല്ലാം അവർ ചെയ്യുന്നത് ഈ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അവളെ എക്സ്പ്രസ് ചെയ്യുന്നത്, അവൾ പ്രതീക്ഷിക്കുന്നത് അവളുടെ വർക്കുകളിലൂടെ കൂടിയിട്ട് ഇത് ഇന്നല്ലെങ്കിൽ നാളെ എന്ത് ചെയ്യും, അതായത് ഒരു കൈൻഡ് ഓഫ് ഹെൽപ്പ് ചെയ്യലാണ്. എന്തിനു വേണ്ടിയിട്ട്? ടു ക്രിയേറ്റ് എ മോർ ജെൻഡർ ഈക്വൽ വേൾഡ്. ഓക്കെ, അതാണ് അപ്പോൾ നമ്മുടെ ചിമാമന്ത ൻഗൂസി അവരുടെ വർക്കുകളിലൂടെ ഉദ്ദേശിക്കുന്നത്, ഹോപ്പ് ചെയ്യുന്ന അവരുടെ പ്രതീക്ഷ അതാണ്. ആൻഡ് ദ മാനിഫെസ്റ്റോ ഈസ് മീൻ ടു പ്രൊവൈഡ് പാരൻസ് വിത്ത് ടൂൾസ്. ഈ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു 15 സജഷൻസ് അല്ല, എന്നാൽ ഇതൊരു ടൂൾസാണ്. ആ ടൂൾസ് കൊടുക്കുന്നത് ആർക്കാണ്? പാരൻസിനാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഫൈറ്റ് സിറ്റുവേഷൻസ് ഓഫ് ജെൻഡർ ഇനിക്വാലിറ്റി വെൻ റൈസിങ് ഡോട്ടേഴ്സ്. അതായത് അവർ പെൺമക്കളെ വളർത്തുന്ന സമയത്ത് പല രീതിയിലുള്ള ജെൻഡർ ഇനിക്വാലിറ്റി സിറ്റുവേഷൻസ് വരും. സോ ഈ ഒരു സിറ്റുവേഷനിലേക്ക് അതിനൊക്കെ മറികടന്ന് അതിനൊക്കെ ഫൈറ്റ് ചെയ്യാനുള്ള ടൂൾസ് ആയിട്ടാണ് ഈ മാനിഫെസ്റ്റോ, ഈ ഒരു 15 സജഷൻസ് നമ്മുടെ അഡീജി പ്രൊവൈഡ് ചെയ്യുന്നത്. ദ മാനിഫെസ്റ്റോ കവേഴ്സ് ഇഷ്യൂസ് റേഞ്ചിങ് ഫ്രം ഡൊമസ്റ്റിക് ഡ്യൂട്ടീസ്, അതായത് വീടുകളിൽ നിന്നുള്ള ഡ്യൂട്ടീസ്, നമ്മൾ നിത്യം ചെയ്യുന്ന കാര്യങ്ങൾ മുതൽക്ക്, ലൈക്ക് കുക്കിംഗ്, ക്ലീനിങ്, ഇത് മുതൽക്ക്, അതായത് ടു ജെൻഡർഡ് ബേബി ക്ലോത്ത്സ്, നമ്മളുടെയൊക്കെ ഒരു രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ ബേബി ബോയ് ആണെങ്കിൽ ബ്ലൂ, ബേബി ഗേൾ ആണെങ്കിൽ പിങ്ക്, അല്ലേ? സോ ഇത്തരത്തിലുള്ള ബേബി ക്ലോത്ത്സിൻ്റെ കളറ് വരെ ഉള്ള കാര്യങ്ങൾ ഈ ഒരു മാനിഫെസ്റ്റോയിൽ അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ദ മാനിഫെസ്റ്റോ ഉറപ്പ് വരുത്തുന്നത് ദാറ്റ് സെൻട്രൽ ടു റൈസിംഗ് ഫെമിനിസ്റ്റ് ഡോട്ടേഴ്സ് ഈസ് ദ എംബ്രേസിംഗ് ഓഫ് ഫെമിനിസ്റ്റ് ഐഡിയൽസ് ബൈ മദേഴ്സ് റൈസിംഗ് ഡോട്ടേഴ്സ്. അതായത് പെൺകുട്ടികളെ ഫെമിനിസ്റ്റായിട്ട് വളർത്തുക എന്നുള്ളതിന് അപ്പുറത്തേക്ക് തൻ്റെ മാതാപിതാക്കൾ, തൻ്റെ ഉമ്മ അല്ലെങ്കിൽ തൻ്റെ അമ്മ മക്കളെ വളർത്തുന്നത്
ഒരു ഫെമിനിസ്റ്റ് ഐഡിയൽസ് എംബ്രേസിങ് ചെയ്തുകൊണ്ടാണ് എന്നുള്ളത് കൂടിയാണ് ഇത് ഉറപ്പ് വരുത്തുന്നത്. അതായത് തൻ്റെ മകൾ ഒരു ഫെമിനിസ്റ്റ് ആകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മെൻ ആൻഡ് വിമണിനെ ഒരു ഇക്വാലിറ്റി പ്രൊമോട്ട് ചെയ്യുന്നവരാകണം, ആ ഒരു രീതിയിൽ, അതായത് അത്തരത്തിലെ ഡിസ്ക്രിമിനേഷൻ അവർ അനുഭവിക്കരുത് എന്ന് പാരൻസിനുണ്ടെങ്കിൽ, ഒരു അമ്മയ്ക്കുണ്ടെങ്കിൽ, ആ അമ്മയും ഫെമിനിസ്റ്റ് ഐഡിയൽസിനെ എംബ്രേസ് ചെയ്യിക്കുന്ന ഒരു അമ്മയാകണം, ഒരു മദറാകണം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷനായിട്ട് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം 15 സജഷൻസ് ഉണ്ട്. അങ്ങനെ ഓരോ സജഷൻ്റെ ഉള്ളിലും എന്താണ് അഡീഷി പറയുന്നത് എന്നുള്ളത് കൂടി ഇന്നത്തെ വീഡിയോയിൽ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഫസ്റ്റത്തെ പോയിൻ്റ് വരുന്നത് ബി എ ഫുൾ പേഴ്സൺ. സോ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഒരു ഭാര്യയാണ്, മദറാണ് എന്നൊക്കെ കരുതിയിട്ട് സത്യത്തിൽ നമുക്കൊരു സെൽഫ് ഉണ്ടല്ലേ, അവർ സെൽഫ്. സോ നമ്മളുടേതായ രീതിയിൽ നമ്മളുടെ സെൽഫിനെ, നമ്മുടെ നീഡ്സിനെ, നമ്മുടെ ഇൻട്രസ്റ്റിനെ ഒക്കെ ഇമ്പ്രൂവ് ചെയ്യിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കെന്താണോ ഇഷ്ടം, നമ്മുടെ താല്പര്യങ്ങൾ എന്താണോ, ഇതിന് വേണ്ടിയിട്ടും സമയം കണ്ടെത്തണം. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു റിമെയിൻ എ വെൽ റൗണ്ടഡ് പേഴ്സൺ ബൈ ഇംപ്രൂവിങ് യുവർ സെൽഫ്, യുവർ നീഡ്സ് ആൻഡ് യുവർ ഇൻട്രസ്റ്റ്. നമുക്കറിയാം മദർഹുഡ് എന്ന് പറയുന്നത് ഒരു ഗ്ലോറിയസ് ഗിഫ്റ്റാണ്. പക്ഷെ അത് കരുതിയിട്ട് നമ്മൾ മുഴുവനായിട്ടും മദർഹുഡിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ബി എ ഫുൾ പേഴ്സൺ, അതായത് നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റുകൾ, നമ്മുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുക നമ്മുടെ പഠനം, നമ്മുടെ ജോലി ഒക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ അതിൽ നിന്ന് നമ്മളുടെ ചൈൽഡിനും ബെനിഫിറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. സോ നിങ്ങൾ എന്താണോ ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണോ ഇഷ്ടം അത് നിങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ നിങ്ങളൊരു വർക്കിന് പോകുന്ന, ഒരു ജോബിന് പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങളതിന് പോവുക. സ്വാഭാവികമായിട്ടും ജോബിന് പോകുമ്പോൾ, നിങ്ങളുടെ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഏർണിങ്സ് കിട്ടുമ്പോൾ അത് നിങ്ങൾക്കൊരു കോൺഫിഡൻസും ഒരു സെൽഫ് ഫുൾഫിൽമെൻറ്റുമാണ് തരുന്നത്. ഓക്കെ, അത് മാത്രമല്ല ഒരു ഡബിൾ ഇൻകം ഫാമിലി എന്ന് പറയുന്നത് ഒരു ഇഗ്ബോ ട്രഡീഷൻ്റെ ട്രൂ നാച്ചറാണ് എന്നാണ് പറയുന്നത്. അതായത് ഈ ബിഫോർ കൊളോണിയലിസം സ്ത്രീകളും ഈ ഫാമിങ്ങിന് വേണ്ടിയിട്ടും ട്രെയിനിന് വേണ്ടിയിട്ടുമൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇഗ്ബോ ലാൻഡിൽ പല സ്ഥലങ്ങളിൽ നിന്ന്. സോ ഇഗ്ബോ ട്രഡീഷൻ എന്ന് പറയുന്നത് ഡബിൾ ഇൻകം ഫാമിലിയാണ്. അവിടെ സ്ത്രീകളും ജോലിക്ക് പോകാറുണ്ട് എന്നുള്ളത് തൻ്റെ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. സോ വാട്ട് മാറ്റേഴ്സ് ഈസ് വാട്ട് യു വാണ്ട് ഫോർ യുവർ സെൽഫ് ആൻഡ് നോട്ട് വാട്ട് അതേഴ്സ് വാണ്ട് യു വാണ്ട്. ഓക്കെ, സോ ഇവിടെ ഉദ്ദേശിക്കുന്നത് നിനക്കെന്താണോ വേണ്ടത് അതാണ് നമ്മൾ നോക്കേണ്ടത്, അതാണ് നമ്മുടെ കാര്യം. അല്ലാതെ മറ്റുള്ളവർ നമ്മൾ എന്ത് ചെയ്യണം എന്ന് നമ്മളെ കാര്യത്തിൽ തീരുമാനിക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, വാട്ട് മാറ്റേഴ്സ് ഈസ് വാട്ട് യു വാണ്ട് ഫോർ യുവർ സെൽഫ് ആൻഡ് നോട്ട് വാട്ട് അതേഴ്സ് വാണ്ട് യു ടു വാണ്ട്. ഓക്കെ, മറ്റുള്ളവരല്ല നമ്മുടെ കാര്യം തീരുമാനിക്കേണ്ടത്, അവരെ നമ്മൾ കെയർ ചെയ്യേണ്ട. ദർ ഈസ് നോ നീഡ് ടു കെയർ അതേഴ്സ്. സോ ആദ്യത്തെ ആഴ്ചകളിലെ മദർഹുഡ് എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. നമുക്കറിയാം പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഈ കൈൻഡ് ഓഫ് കുറച്ചൊരു ഇടങ്ങാറുള്ളൊരു സമയമാണ്. അങ്ങനെ വരുമ്പോൾ ഇവർ പറഞ്ഞു കൊടുക്കുകയാണ് ബി കൈൻഡ് ടു യുവർ സെൽഫ്. നമ്മളിങ്ങോട്ട് തല പൊട്ടിത്തെറിക്കുന്ന പോലെ ആകരുത്. സോ ഇതിങ്ങനെയൊക്കെ തന്നെയാണ് നല്ല രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളിങ്ങനെ കൈൻഡ് ചെയ്യുക. നമ്മളോട് നമുക്ക് ദേഷ്യം വരേണ്ട ആവശ്യമില്ല. സോ ആസ്ക് ഫോർ ഹെൽപ്പ് ആൻഡ് എക്സ്പെക്റ്റ് ടു ബി ഹെൽപ്ഡ്. സോ ഇവിടെ നമുക്ക് കുഞ്ഞിനെ നമ്മൾ ഒറ്റയ്ക്ക് നോക്കണമെന്നില്ല, നമ്മളാണ് മദർ. അത് വിചാരിച്ചിട്ട് നമ്മൾ മാത്രം നമ്മുടെ കുഞ്ഞിനെ നോക്കണമെന്നില്ല. നമുക്ക് ആരോടെങ്കിലും ഹെൽപ്പ് ചോദിക്കാം. പാർട്ണർ ഉണ്ടെങ്കിൽ ഹസ്ബൻഡിനോട് ഹെൽപ്പ് ചോദിക്കാം, നമ്മുടെ മദർ ഉണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കാം, മദർ ഇൻ ലോ ഉണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കാം. സോ ആരെങ്കിലും സഹായിക്കുമെന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ്. സോ ഒരു സൂപ്പർ വുമൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് ഇപ്പോൾ ഒരു വർക്കിംഗ് വുമൺ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പഠിക്കുന്ന ഒരു പെൺകുട്ടി ഒക്കെ അങ്ങനെ ഒരു ഉമ്മ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ജോലി ചെയ്യേണ്ടി വരും, വീട്ടിലെ കാര്യങ്ങൾ നോക്കേണ്ടി വരും, കുട്ടിയുടെ കാര്യങ്ങൾ നോക്കേണ്ടി വരും. നമ്മളൊരു സൂപ്പർ വുമൺ ആവേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുമാത്രമല്ല അഡീഷി ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ബി എ ഗുഡ് മദർ. അത് വിചാരിച്ചിട്ട് ജോബിലും പോകണ്ടെന്ന് കരുതിയിട്ട് ജോബ് മാത്രം നോക്കരുത്. നമ്മളിപ്പോൾ എന്താണ്, ഒരു മദറാണല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യണം? ഒരു നല്ലൊരു മദറാകണം, നല്ലൊരു അമ്മയാകണം. പക്ഷേ എല്ലാത്തിൻ്റെ ഒക്കെ ഉപരിയായിട്ടും നമ്മൾ ഒരു കാര്യത്തിൽ മാത്രം ഒതുങ്ങിക്കൂടാതെ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്തിട്ട് അതും ചെയ്യണം. സോ ചുരുക്കത്തിൽ ടേക്ക് ടൈം ഫോർ യുവർ സെൽഫ്.
ആൻഡ് ഇംപ്രൂവ് യുവർ ഓൺ നീഡ്സ് ഓർ നർച്ചർ യുവർ ഓൺ നീഡ്സ്. ഓക്കെ, സോ ഇവരിവിടെ സ്ട്രോങ്ലി റിജക്റ്റ് ചെയ്യുന്ന ഐഡിയ എന്ന് പറയുന്നത് ഈ കെയർ ഗിവിങ്, ഡൊമസ്റ്റിക് വർക്ക്, അല്ലെങ്കിൽ കുട്ടികളെ നോക്കുക, ഇതൊക്കെ പറയുന്നത് ഫീമെയിൽ ഡൊമൈൻസ് അല്ല. ഓക്കെ, സ്ത്രീകൾ മാത്രം ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്നുള്ളൊരു ഐഡിയ ഇവളിവിടെ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഡൊമസ്റ്റിക് വർക്ക് ആവട്ടെ, കെയർ ഗിവിങ് ആയിട്ട് ഷുഡ് ബി ജെൻഡർ ന്യൂട്രൽ. അത് പെണ്ണ് ആണ് അങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും കൂടി ഒരുമിച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവൾ ആദ്യം തന്നെ പറയുന്നത് ബി എ ഫുൾ പേഴ്സൺ എന്നുള്ള പോയിൻ്റാണ്. ഓക്കെ, സോ രണ്ടാമതായിട്ട് വരുന്നതാണ് ഡു ഇറ്റ് ടുഗെദർ. അതായത് ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ എന്തുണ്ടാകും? ഫാദർ ഉണ്ടാകും, മദർ ഉണ്ടാകും. സോ രണ്ട് പേരും ഒരുമിച്ച് വർക്ക് ചെയ്യണം. അല്ലാതെ എന്താ പറയുക, അമ്മ മാത്രം നോക്കണമെന്നൊന്നും പറഞ്ഞേക്കരുത്. രണ്ട് പേരും ഒരുപോലെ ആ കുട്ടീനെ ഈക്വലായിട്ട് കെയർ ചെയ്യുക. ഇവിടെ ഇവരുടെ ഹസ്ബൻഡ്, ഇജ്വാലിൻ്റെ ഹസ്ബൻഡിൻ്റെ പേരാണ് ചുടി. സോ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നതാണ് ചുടി ഷുഡ് ഡു എവറിത്തിങ് ദാറ്റ് ബയോളജി അലൗസ്. അതായത് ഒരു അച്ഛന് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ അച്ഛൻ ചെയ്യട്ടെ. ചില കാര്യങ്ങൾ ബയോളജി ലൈക്ക് ബ്രസ്റ്റ് ഫീഡിങ്ങും കാര്യങ്ങളൊന്നും ഒരു ഫാദറിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ പറ്റുന്നതല്ല. അങ്ങനത്തെ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. സോ പിന്നെ ഇവിടെ പറയുന്നുണ്ട് പ്ലീസ് റിജക്റ്റ് ദ ലാംഗ്വേജ് ഓഫ് ഹെൽപ്പ്. അതുമാത്രമല്ല, ഇപ്പോൾ ചുടി അല്ലെങ്കിൽ ഫാദർ എന്തെങ്കിലും കാര്യം ചെയ്താൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുമെങ്കിൽ കുട്ടിയുടെ ഡൈപ്പറൊക്കെ മാറ്റി നിൽക്കേ, അല്ലെങ്കിൽ കുട്ടിക്ക് ഒരു നേരം ഫുഡ് കൊടുത്തു. ഓക്കെ, ഇതൊക്കെ ഇവൾ ഹെൽപ്പ് ചെയ്യുന്ന പോലെ ആ ഒരു ലാംഗ്വേജിൻ്റെ ആവശ്യമില്ല. അത് മാത്രമല്ല, ഇന്ന് ചുടിയാണ് കുട്ടീൻ്റെ ഡൈപ്പർ മാറ്റിയത്, ഇന്ന് കുട്ടിയെ ഉറക്കിയത് ചുടിയാണ്, അല്ലെങ്കിൽ കുട്ടിയെ ഉറക്കിയത് അങ്ങനെ പറയില്ലേ, അങ്ങനെ പറഞ്ഞിട്ട് വലിയൊരു സംഭവമാക്കിയിട്ട് എടുക്കേണ്ട ആവശ്യവും ഇല്ല. സോ ചുടി ഡസ് നോട്ട് ഡിസേർവ് എനി സ്പെഷ്യൽ ഗ്രാറ്റിറ്റ്യൂഡ്. കാരണം എന്താണ്? രണ്ട് പേര് കൂടിയുമാണല്ലേ, അതായത് ഒരു കുട്ടീനെ ഒരു വേൾഡിലോട്ട് എത്തിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ചോയ്സ് ആരതാണ്? ഫാദർ ആൻഡ് മദർ. സോ ദ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ചൈൽഡ് ബിലോങ്സ് ഈക്വലി ടു ബോത്ത്. രണ്ടാൾക്ക് കൂടിയുമുള്ളൊരു റെസ്പോൺസിബിലിറ്റിയാണ്. അത് മാത്രമല്ല, ചുടി ഹെൽപ്പ് ചെയ്യല്ല ആ കുട്ടീനെ കെയർ ചെയ്യുന്നതോട് കൂടിയിട്ട്. അവൻ എന്താണ് ചെയ്യുന്നത്? ഹീ ഈസ് ഡൂയിങ് വാട്ട് ഹീ ഷുഡ്. അവൻ എന്താണ് ചെയ്യേണ്ടത് അതാണ് അവൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ തേർഡ് പോയിൻ്റ് ആണ് ടീച്ച് ഹെർ ദാറ്റ് ജെൻഡർ റോൾസ് ഈസ് ആബ്സല്യൂട്ട് നോൺസെൻസ്. ഈ ഒരു സെക്ഷനിൽ പറയുന്നത് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കുട്ടികളെ ജെൻഡർ ബേസ് ചെയ്തിട്ട് ഇന്ന കാര്യങ്ങൾ നിനക്ക് ചെയ്യാം, ഇന്ന കാര്യങ്ങൾ നിനക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ അവരെ പഠിപ്പിക്കരുത്. ഡു നോട്ട് എവർ ടെൽ ഹെർ ദാറ്റ് ഷീ ഷുഡ് ഓർ ഷുഡ് നോട്ട് സംതിങ് ബിക്കോസ് ഷീ ഈസ് എ ഗേൾ. ഇപ്പം നമ്മൾ പറയാറുണ്ട്, പെൺകുട്ടികൾ ചെറിയ കുട്ടികളായ സമയത്ത് ചിലപ്പോൾ അവർ മരം കയറും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നീ മരമൊന്നും കയറരുത്, നീ പെൺകുട്ടിയാണ്, താഴെ ഇറങ്ങ്. അല്ലെങ്കിൽ ഇപ്പോൾ ചെറിയ ആൺമക്കൾ, ചെറിയ കുഞ്ഞു കുട്ടികൾ കരയുന്ന സമയത്ത് നമ്മൾ പറയും, ഈ ഒരു ആൺകുട്ടിയല്ലേ, നീ എന്തിനിങ്ങനെ കരയാൻ പാടുണ്ടോ എന്നുള്ള രീതിയിൽ. സോ ഇങ്ങനെ രീതിയിൽ നിങ്ങൾ ഒരിക്കലും ജെൻഡർ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കരുത് എന്നുള്ളതാണ് ഫസ്റ്റ് പോയിൻറ്റ്. ഓക്കെ, അത് മാത്രമല്ല ഇവൾ പറയാണ് നമ്മളിപ്പോഴും എടുക്കുന്നത് ഈ കുക്കിംഗ്, ക്ലീനിങ് എന്നൊക്കെ പറയുന്നത് ഒരു കൈൻഡ് ഓഫ് മാരേജബിലിറ്റി ടെസ്റ്റാണ് ഫോർ വിമൻ. അതായത് സ്ത്രീകൾ ഇതൊക്കെ പഠിച്ച് വെക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? കല്യാണം കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യണ്ടേ? സോ ഇങ്ങനെ രീതിയിലാണ് കുക്കിങ്ങിനൊക്കെ ഇവർ പലപ്പോഴും എടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ദ നോളജ് ഓഫ് കുക്കിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ഇറ്റ് ഇസ് നോട്ട് കം പ്രീ ഇൻസ്റ്റാൾഡ് ഇൻ വെജൈന. ഒരു സ്ത്രീ പെൺകുട്ടി ജനിക്കുന്ന സമയത്ത് തന്നെ അവളുടെ ഉള്ളിൽ പ്രീ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടൊരു സംഭവം അല്ല ഈ നോളജ് ഓഫ് കുക്കിംഗ് എന്ന് പറയുന്നത്. കുക്കിംഗ് പഠിക്കേണ്ടതാണ്, അതൊരു സ്കില്ലാണ്. ഓക്കെ, കുക്കിംഗ് ഈസ് ലേൺഡ് ആൻഡ് കുക്കിംഗ് ഈസ് എ സ്കിൽ. സോ സത്യം പറഞ്ഞാൽ ഈ ഒരു സ്കില്ല് അത് ബോത്ത് മെൻ ആൻഡ് വിമൻ പഠിച്ചെടുക്കേണ്ടതാണ്. നമുക്ക് കുക്ക് ചെയ്യണ്ടേ, നമുക്ക് ഫുഡ് കഴിക്കണ്ടേ, അങ്ങനെ വരുമ്പോൾ ഇതൊരു ലൈഫ് സ്കില്ലാണ് ദാറ്റ് ബോത്ത് മെൻ ആൻഡ് വിമൻ ഷുഡ് ഐഡിയലി ഹാവ്. സോ ഡൊമസ്റ്റിക് വർക്ക് എന്നുള്ളത് നമ്മൾ ജനറലായിട്ടാണ് കാണേണ്ടത്. ഈ അടുക്കള എന്ന് പറയുന്നത് തന്നെ, അല്ലെങ്കിൽ വീട് എന്ന് പറയുമ്പോൾ തന്നെ അത് സ്ത്രീകളുടെ ഒരു ഇടം, ഇങ്ങനെയല്ല നമ്മൾ കാണേണ്ടത്, അത് ജനറലായിട്ടാണ് കാണേണ്ടത്. ആ ഒരു സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. പിന്നെ അവൾ പറയാം കേട്ടോ, അവൾക്ക് ഏറ്റവും താല്പര്യമുള്ളൊരു കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ, എങ്ങനെയാണ് ഇത്ര നേരത്തെ തന്നെ നമ്മളുടെ ലോകത്ത് ഈ ഒരു ജെൻഡർ റോൾസൊക്കെ ഇൻവെൻറ്റ് ചെയ്തത്, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്നുള്ളത് അവളുടെ ഒരു ക്യൂരിയോസിറ്റിയാണ്. അവൾക്ക് അറിയണം, അതിനൊരു താല്പര്യം. ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ടു ഹെർ ഹൗ ഏർലി ദ വേൾഡ് സ്റ്റാർട്ട്സ് ടു ഇൻവെൻറ്റ് ജെൻഡർ റോൾസ്. ഇനി അവളുടെ കുറച്ച് എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. ആദ്യത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ടെക്സ്റ്റൈൽസിൽ വെച്ചിട്ടാണ്. അപ്പോൾ അവൾ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ പോയി. ആ സമയത്ത് ചെക്കൗട്ട് കൗണ്ടറിലുള്ള ക്യാഷ്യർ അവളോട് പറയാണ്,
ആ എന്താ പറയുക, ഒരു ന്യൂ ബോയ്ക്കുള്ളൊരു പെർഫെക്റ്റ് പ്രസൻ്റാണ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവൾ പറയാണ്, നോ നോ ഇതെന്താണ്, ഇറ്റ് വാസ് ഫോർ എ ബേബി ഗേൾ. ഇത് ആൺകുട്ടിക്കുള്ളതല്ല, പക്ഷേ ഒരു ബേബി ഗേളിനുള്ളതാണ്. അപ്പോൾ ആ ഒരു ക്യാഷ്യർ ഇവളെ ഭയങ്കര ഹൊറിഫൈഡ് ആയിട്ട് ലുക്ക് ചെയ്തു നോക്കി. എന്നിട്ട് ചോദിക്കാണ്, ബ്ലൂ ഫോർ എ ഗേൾ, നീല കളർ പെൺകുട്ടിക്കോ? അതായത് ഇവൾ വാങ്ങിയിട്ടുള്ള ഡ്രസ്സ് അല്ലെങ്കിൽ വാങ്ങിയിട്ടുള്ള ഒരു പ്രസൻറ്റ് എന്ന് പറയുന്നത് ഒരു ന്യൂ ബേബി ഗേളിനുള്ളതായിരുന്നു, എന്ന കളർ ബ്ലൂ ആയിരുന്നു. സോ സ്വാഭാവികമായിട്ടും പൊതുവെ എല്ലാവരും വാങ്ങിക്കാറുള്ളത് നേരെ തിരിച്ചാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കാഷ്യറിന് ഭയങ്കര അത്ഭുതകരമായി എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ കേട്ടോ വേറൊരു എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. അവളിങ്ങനെ ടോയ് സെക്ഷനിൽ നോക്കി. അപ്പോൾ ഈ ടോയ് സെക്ഷനിൽ ഒരുപാട് ടോയ്സ് ഉണ്ട്, പക്ഷേ ഇതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ജെൻഡർ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, വിച്ച് വാസ് ഓൾസോ അറേഞ്ച്ഡ് ബൈ ജെൻഡർ. അതായത് നല്ല ആക്റ്റീവായിട്ടുള്ള അങ്ങനത്തെ ടോയ്സ് ലൈക്ക് ട്രെയിൻസ്, കാർസ്, ബ്ലോക്സ്, ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്? ബോയ്സിന് വേണ്ടിയിട്ടും. അതുപോലെ കുറച്ച് പാസീവായിട്ടുള്ള ഈ കുക്കിങ്ങിൻ്റെ അല്ലെങ്കിൽ ഈ ഡോൾസ്, ഇതൊക്കെ ഗേൾസിന് വേണ്ടിയിട്ടും. ഇങ്ങനെയാണ് അവിടുത്തെ ടോയ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ പറയുന്നത് അതായത് ഇവളൊരു ചോദ്യം ചോദിക്കാൻ കേട്ടോ, വൈ നോട്ട് ജസ്റ്റ് ഹാവ് ബേബി ക്ലോത്ത്സ് ഓർഗനൈസ്ഡ് ബൈ ഏജ് ആൻഡ് ഡിസ്പ്ലേഡ് ഇൻ ഓൾ കളേഴ്സ്. എന്തുകൊണ്ടാണ് ഈ കുട്ടികളുടെ ഇൻഫൻറ്റ്, ആ ചെറിയ മക്കളുടെ, അതായത് മെയിലാണോ ഫീമെയിലാണോ, അതായത് ഇൻഫൻറ്റിൻ്റെ ബോഡി എന്നൊക്കെ പറഞ്ഞത് സിമിലർ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളുടെ ഡ്രസ്സും കൂടി എന്തുകൊണ്ടാണ് അവർക്ക് ഏജ് ബൈ ഓർഗനൈസ് ചെയ്ത് വെച്ചാൽ, എല്ലാ കളറിലും ഡിസ്പ്ലേ ചെയ്താൽ, ഇവിടെയൊക്കെ എന്തിനാണ് തുടക്കം മുതൽ ഇങ്ങനെ ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നത്? സോ എന്നിട്ട് ഇപ്പോൾ പറയാണ്, ഷീ വിഷ്ഡ് ദ ടോയ്സ് ഹാഡ് ബീൻ അറേഞ്ച്ഡ് ബൈ ടൈപ്പ് റദർ ദാൻ ബൈ ജെൻഡർ. അതായത് ഒരു ടൈപ്പ് ബേസ് ചെയ്തിട്ട് ലൈക്ക് അങ്ങനെ അറേഞ്ച് ചെയ്യിക്കാതെ ഈ ജെൻഡർ ബേസ് ചെയ്തിട്ടൊക്കെ എന്തിനാണ് അറേഞ്ച് ചെയ്യുന്നത്? ഇവൾ ചോദിക്കുകയാണ്, ഇവളുടെ ആഗ്രഹമാണ് ഒരു എന്താ പറയുക ടോയ്സ് എന്നൊക്കെ പറയുന്നത് ജെൻഡർ ടൈപ്പ് അല്ലാതെ ജെൻഡർ ബേസ് ചെയ്തിട്ട് അല്ലാതെ ഒന്ന് അറേഞ്ച് ചെയ്യണം എന്നുള്ളത് ഇവളൊരു ആഗ്രഹമാണ്. ഓക്കെ, ഇനി അനദർ എക്സാമ്പിൾ അവളുടെ തന്നെയാണ്. അവൾ കേട്ടൊരു സംഭവം. US മാളിൽ ഒരു 7 ഇയർ ഓൾഡ് നൈജീരിയൻ ഗേളും അതുപോലെ ആ കുട്ടിയുടെ അമ്മയും. സോ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ മാള് നടക്കായിരുന്നു. ആ സമയത്ത് എത്രയാണ് 7 വയസ്സുള്ള ആ പെൺകുട്ടി ഒരു ടോയ് ഹെലികോപ്റ്റർ കണ്ടു. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വയർലെസ് റിമോട്ട് കൺട്രോളാണ്, അങ്ങനെ ഫ്ലൈ ചെയ്യാണ്. സോ അവൾക്കത് ഭയങ്കര ഫാസിനേറ്റഡ് ആയിട്ട് അവൾ അമ്മനോട് ചോദിച്ചു, എനിക്കിത് വാങ്ങിത്തരുമോ എന്ന് ചോദിച്ച സമയത്ത് അവളുടെ അമ്മ ഒറ്റയടിക്കുന്നോ പറ്റില്ല. സോ യു ഹാവ് യുവർ ഡോൾസ്, നിനക്ക് ഡോൾസ് ഉണ്ട്, സോ നിനക്കത് മതി. അപ്പോൾ ഇവൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, മമ്മി ഇസ് ഇറ്റ് ഓൺലി ഡോൾസ് ഐ വിൽ പ്ലേ വിത്ത്, എനിക്ക് ഈ ടോൾസിൻ്റെ കൂടെ മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ. ആ കുട്ടിയുടെ ഉള്ളിലൊരു സങ്കടം, അതായത് പെൺകുട്ടികൾക്കും ഇതുപോലെയുള്ള കുറച്ച് ആക്റ്റീവായിട്ടുള്ള ടോയ്സ് ആയിട്ട് കളിക്കണം എന്നുണ്ടെങ്കിലും തൻ്റെ പാരൻസ്, തൻ്റെ അമ്മമാർ തന്നെ അതിൽ നിന്ന് റെസ്ട്രിക്റ്റ് ആക്കുന്നുണ്ട്. സോ ഇവൾ പറയാണ്, ഗീവ് ദം സ്പേസ് ടു റീച്ച് ദെയർ ഫുൾ പൊട്ടൻഷ്യൽ. ഇനി ഇവൾ പറയുന്നുണ്ട്, ചിസാലം ആണ് കേട്ടോ നമ്മുടെ ഇജ്വാലിൻ്റെയും ചുടിയുടെയും മകൾ. ഓക്കെ, ഈ ചിസാലം എന്ന് പറയുന്നത് നിങ്ങൾ ചിസാലത്തിനെ ഒരു ഇൻഡിവിജ്വലായിട്ട് വളർത്തുക. എന്തിന് പകരം ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിൽ അവളെ ട്രീറ്റ് ചെയ്യിക്കുന്നതിന് പകരം അവൾ നിങ്ങളൊരു വ്യക്തി എന്നുള്ള രീതിയിൽ വളർത്തുക. അവളുടെ വീക്ക്നെസ്സും അവളുടെ സ്ട്രെങ്ത്തും നിങ്ങൾ കാണേണ്ടത് ഒരു ഇൻഡിവിജ്വൽ വേയിലാണ്, അല്ലാതെ അവളൊരു പെൺകുട്ടിയായി എന്നുള്ളതിലല്ല. ഒരിക്കലും അവൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ഒരിക്കലും ഒരു സ്കെയിൽ വെച്ചിട്ട് മെഷർ ചെയ്യരുത്. മെഷർ ഹെർ ഓൺ എ സ്കെയിൽ ഓഫ് ബീങ് ദ ബെസ്റ്റ് വേർഷൻ ഓഫ് ഹെർ സെൽഫ്. അതായത് നമ്മൾ പെൺകുട്ടിയായിട്ട് വളർത്തുമ്പോൾ ഒരുപാട് റെസ്ട്രിക്ഷൻസ് അവൾക്ക് വെക്കും. സോ അങ്ങനെയൊന്നും ചെയ്യാതെ നിങ്ങൾ അവളെ ഒരു വ്യക്തിയായിട്ട് വളർത്തുക. അങ്ങനെ ആകുമ്പോൾ അവൾക്ക് അവളുടെ ഫുൾ പൊട്ടൻഷ്യൽ, അവളുടെ ഒരു ബെസ്റ്റ് വേർഷൻ ഓഫ് ഹെർ സെൽഫ് നിങ്ങൾക്ക് അവളെ കാണാൻ സാധിക്കും. സോ നമ്മുടെ അഡീഷയുടെ തിയറി എന്ന് പറയുന്നത് തന്നെ ഈ പാരൻസാണ് അൺകോൺഷ്യസ്ലി ചെറിയ പെൺകുട്ടികളെ അവരുടെ ഏർലി സ്റ്റേജിൽ തന്നെ അവരെ എങ്ങനെയാകണം എന്ന് പഠിപ്പിക്കുന്നത് പാരൻസാണ്. സോ ദ ബേബി ഗേൾസ് ആർ ഗിവൻ ലെസ് റൂം ആൻഡ് മോർ റൂൾസ്. പെൺകുട്ടികൾക്ക് ചെറിയ റൂമും അതുപോലെ തന്നെ ഒരുപാട് റൂൾസുമാണ്. ആ റൂൾസ് അവരിങ്ങനെ തലയിലേറ്റ് ഇങ്ങനെ ജീവിതകാലം മുഴുവനും നടക്കുകയാണ്. എന്നാൽ ബേബി ബോയ്സിന് വലിയ റൂമുണ്ട്, പക്ഷെ കുറച്ച് റൂൾസേ ഉള്ളൂ. സോ ഇങ്ങനെയല്ല, ഇതൊക്കെ അൺകോൺഷ്യസ്ലി പാരൻസ് അവരുടെ മക്കളിൽ ഇൻജെക്റ്റ് ചെയ്യിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് അവൾ പറയാണ്. സോ ഇപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. പെൺകുട്ടികൾക്ക് ബ്ലൂ കളറ്, പെൺകുട്ടികൾക്ക് പിങ്ക്, ബോയ്സിന് ബ്ലൂ, അതുപോലെ ടോയ്സ്, ആക്റ്റീവായിട്ടുള്ള ടോയ്സ് ബോയ്സിന്, കുറച്ച് പാസീവായിട്ടുള്ളത് ഗേൾസിന്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലേ പറഞ്ഞു. സോ അപ്പോൾ ഇതൊക്കെ പറയുന്നത് നമ്മൾ ചെറുപ്പം മുതലേ നമ്മളിങ്ങനെ ഇൻജെക്റ്റ് ചെയ്ത കാര്യങ്ങൾ, നമ്മൾ പഠിച്ചു വെച്ച കാര്യങ്ങളാണ്. സോ ഇത്തരത്തിലുള്ള പഠിച്ചു വെച്ച കാര്യങ്ങൾ ദേ ആർ വെരി ഡിഫിക്കൽട്ട് ടു അൺലേൺ.
ഇത് അൺലേൺ ചെയ്യിക്കുക, ഇത് നമ്മൾ എടുത്തു മാറ്റുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ഓൾറെഡി പഠിച്ചു വെച്ചതായതുകൊണ്ട്. പക്ഷേ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ട്രൈ ടു മേക്ക് ഷുവർ ദാറ്റ് ചിസാലം റിജക്ട് ദം ഫ്രം ദി ബിഗിനിങ്. തുടക്കത്തിൽ തന്നെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ റിജക്റ്റ് ചെയ്യണം, അതാണ് അതിൻ്റെ ഏറ്റവും നല്ലത് എന്നുള്ളത് അവൾ പറയണം. സോ ഇൻസ്റ്റെഡ് ഓഫ് ലെറ്റിംഗ് ഹെർ ഇൻറ്റേർണലൈസ് ദ ഐഡിയ ഓഫ് ജെൻഡർ റോൾസ്, ടീച്ച് ഹെർ സെൽഫ് റിലയൻസ്. അവളെ ജെൻഡർ റോൾസിൻ്റെ ഐഡിയ ഇങ്ങനെ ഇൻജക്റ്റ് ചെയ്യിക്കാതെ, അവളിൽ ഇൻറ്റേർണലൈസ് ചെയ്യിപ്പിക്കാതെ നിങ്ങൾ അവളെ ഒരു സെൽഫ് റിലയൻസ് ആണ് അവളെ പഠിപ്പിക്കേണ്ടത്. ഓക്കെ, എന്നിട്ട് അവൾ പറയുന്നുണ്ട്, സജസ്റ്റ് ചെയ്യുന്നുണ്ട്, അഡ്വൈസ് കൊടുക്കുന്നുണ്ട്, അവൾക്ക് ഈ ചിസാലത്തിന് നിങ്ങൾ ബ്ലോക്സും ട്രെയിൻസും ടൂൾസും വാങ്ങിക്കൊടുക്കുക, അവൾക്ക് എന്താണോ ഇഷ്ടം അത് വെച്ചിട്ട് അവൾ കളിക്കട്ടെ. സോ ഇതാണ് തേർഡ് സജഷൻ, ടീച്ച് ഹെർ ദാറ്റ് ജെൻഡർ റോൾസ് ഈസ് അബ്സല്യൂട്ട് നോൺസെൻസ്. ഫോർത്ത് സജഷൻ ആണ്, ബിവെയർ ദ ഡേഞ്ചർ ഓഫ് വാട്ട് ഐ കോൾ ഫെമിനിസം ലൈറ്റ്. ഹിയർ ഫെമിനിസം ലൈറ്റ് എന്ന് പറയുന്നത് ഒരു കണ്ടീഷണൽ ഫെമിനിസം ഐഡിയ ആണ്. ഈ ഐഡിയ കണക്കാക്കപ്പെടുന്നത് മെൻ, ആണുങ്ങളെന്ന് പറയുന്നത് വിമനേക്കാൾ സുപ്പീരിയർ ആണ്, പക്ഷേ ഇവിടെ സ്ത്രീകളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യും. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് ലൈക്ക് ഒരു അനോളജി ഉണ്ട്, ഹി ഈസ് ദ ഹെഡ് ആൻഡ് യു ആർ ദ നെക്ക് ആൻഡ് ബീങ് അലൗഡ് ടു എക്സൽ. അവൻ എന്താണ്, തലയാണ്, പക്ഷെ നീ എന്താണ്, നെക്കാണ്. ഇവിടെ യു എന്നുള്ളത് ഗേൾ. ഓക്കെ, സോ മെൻ ഹെഡാണെങ്കിൽ വിമൻ എന്ന് പറയുന്നത്, സ്ത്രീ എന്ന് പറയുന്നത് നെക്കാണ്, കഴുത്താണ്. ഓക്കെ, സോ ബീങ് അലൗഡ് ടു എക്സൽ. അപ്പോൾ ഈ ഒരു സംഭവത്തെ നമ്മുടെ അഡീഷി മൊത്തത്തിലായിട്ട് ഇങ്ങോട്ട് റിജക്റ്റ് ചെയ്യുന്നുണ്ട്. അവൾ പറയാണ് ഇതൊരു കൈൻഡ് ഓഫ് ഹോളാണ്, അല്ലെങ്കിൽ ഒരു ബ്രാങ്ക്ഡ് ഐഡിയ ആണ്, കുഴിയാണ്. ഓക്കെ, സോ ബീങ് ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത് ഈസ് ലൈക്ക് എ ബീങ് പ്രഗ്നൻറ്റ്, അല്ലെങ്കിൽ യു എയ്തർ ആർ ഓർ യു ആർ നോട്ട്. കുറച്ചുകൂടി എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒന്നെങ്കിൽ സ്ത്രീ പുരുഷൻ എന്നുള്ള ഇക്വാലിറ്റിയിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കണം, അല്ലെങ്കിൽ നീ വിശ്വസിക്കരുത്. ഓക്കെ, അതായത് ബീങ് എ ഫെമിനിസ്റ്റ് ഈസ് ലൈക്ക് ബീങ് പ്രഗ്നൻറ്റ്, യു എയ്തർ ആർ ഓർ യു ആർ നോട്ട്. You either believe in the full equality of men and women or you do not. So feminism ലൈറ്റ് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് അലോവിങ്, അനുവദിക്കുക. ഇവരൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്, തെരേസ മെയ് ഈസ് ദ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആൻഡ് ഹിയർ ഈസ് ഹൗ എ പ്രോഗ്രസീവ് ബ്രിട്ടീഷ് ന്യൂസ് പേപ്പർ ഡിസ്ക്രൈബ് ഹെർ ഹസ്ബൻഡ്. എങ്ങനെയാണെന്ന് അറിയോ? ഫിലിപ്പ് മെയ് ഒരു പൊളിറ്റിക്സ് മാനാണ്. അവന് ബാക്ക് സീറ്റ് എടുത്തിട്ട് അവൻ്റെ വൈഫിനെ തെരേസയെ ഷെയിം ചെയ്യാൻ അനുവദിക്കുന്നു. ഞാൻ വായിക്കാം. ഫിലിപ്പ് മെയ് ഈസ് നോൺ ഇൻ പൊളിറ്റിക്സ് ആസ് എ മാൻ ഹു ഹാസ് ടേക്കൺ എ ബാക്ക് സീറ്റ് ആൻഡ് അലൗഡ് ഹിസ് വൈഫ് തെരേസ ടു ഷെയിം. സോ മേ ബി ഈ തെരേസ മെയ് ആ ഒരു സീറ്റ് നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ അവളുടെ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ടാകും. പക്ഷേ അവളെ പ്രൈസ് ചെയ്യുന്നതിന് പകരം അവളുടെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് കൊണ്ടാണ്, അവളുടെ ഹസ്ബൻഡ് അവളെ ഷെയിം ചെയ്യാൻ അനുവദിച്ചത് കൊണ്ടാണ്, അലോ ചെയ്തത് കൊണ്ടാണ് എന്നുള്ള രീതിയിലാണ് ഒരു ബ്രിട്ടീഷ് ന്യൂസ് പേപ്പർ ഡിസ്ക്രൈബ് ചെയ്യിക്കുന്നത്. സോ അലോ, അനുവദിക്കുക എന്നുള്ളത് ഒരു ട്രബിളിങ് വേൾഡാണ്. അലോ എന്നുള്ളത് ഒരു എബൌട്ട് പവറാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോഴത്തെ കാലം വെച്ച് പറയുമ്പോൾ അവളെ പഠിക്കാനൊക്കെ വിടുന്നുണ്ട്, അവനവളെ ജോലിക്കൊക്കെ വിടുന്നുണ്ട്. സോ ഈ അലോ, ഓക്കെ, അനുവദിക്കുക എന്നുള്ളത് ഒരു ട്രബിളിങ്, ഓൾ അബൌട്ട് പവർ. ഇനി ഇവൾ പറയുന്നുണ്ട്, എനിക്ക് ഈ റേസിസം എന്നുള്ളത് ഞാൻ ഭയങ്കര ദേഷ്യമാണ് ഈ ഒരു കോൺസെപ്റ്റിനോട്, ഈ ഒരു സംഭവത്തിനോട്. പക്ഷേ അതേപോലെ തന്നെ ഞാൻ സെക്സിസം എന്നുള്ള കോൺസെപ്റ്റിനോടും ഭയങ്കര ആംഗ്രിയാണ്, ദേഷ്യമാണ് കേട്ടോ. പക്ഷേ എനിക്ക് പിന്നീട് മനസ്സിലായി, റേസിസം എന്നുള്ളതിനേക്കാൾ എനിക്ക് കൂടുതൽ ദേഷ്യമുള്ളത് ഈ ഒരു കൈൻഡ് ഓഫ് ജെൻഡർ ഡിസ്ക്രിമിനേഷനിലാണ്, ഈ ഇൻഇക്വാലിറ്റിയിലാണ്. സോ ഒരുപാട് ആളുകൾക്ക് പെട്ടെന്ന് റൈസ് ഇൻജസ്റ്റിസ് മനസ്സിലാകും, പക്ഷേ എന്നിരുന്നാലും ഈ ജെൻഡർ ഇൻജസ്റ്റിസ് മനസ്സിലാകാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, സോ വി ഹാവ് ബീൻ സോ കണ്ടീഷൻ ടു തിങ്ക് ഓഫ് എ പവർ ആസ് എ മെയിൽ ദാറ്റ് എ പവർഫുൾ വുമൻ ഇൻ അപ്പറേഷൻ എന്നുള്ളതാണ് ഈ ഒരു 4ാമത്തെ പോയിന്റിൽ കൂടി പറയുന്നത്. ആൻഡ് ഫിഫ്ത്ത് വൺ, ടീച്ച് ചിസാലം ടു റീഡ്. ചിസാലത്തിനെ വായിക്കാൻ പഠിപ്പിക്കുക. ഓക്കെ, സോ ഈ റീഡിങ് എന്ന് പറയുന്നത് കുട്ടികളെ അവരുടെ ഒരു നോളേജബിൾ ആക്കാനും ഈ അവളുടെ ചുറ്റുമുള്ള ഈ ലോകത്തിന് ചോദ്യം ചെയ്യിക്കാനും പഠിപ്പിക്കുമെന്നുള്ളതാണ്. സോ ഇഫ് യുവർ ചൈൽഡ് ഡസ് നോട്ട് ടേക്ക് ഇൻട്രസ്റ്റ് ഇൻ റീഡിങ്, അവർക്ക് എന്ത് കൊടുക്കുക? കൈക്കൂലി കൊടുക്കുന്ന ഈ വായിക്കാൻ. അവളെ ബുക്കുകൾ വായിക്കാൻ അവളെ പഠിപ്പിക്കുക, അതിനെ അവളെ കൊണ്ട് സ്നേഹിപ്പിക്കുക. ഇഫ് ഷീ സീ യു റീഡിങ്, അതായത് ഇവൾ പറയുന്നത് എങ്ങനെ നമുക്ക് നമ്മുടെ മക്കളെ
ബുക്കുകൾ വായിക്കുന്നത് ഇഷ്ടപ്പെടിപ്പിക്കാം എന്നുള്ളതിന് ആൻസറാണ് നീ വായിക്കുക, ആദ്യം മദർ വായിക്കണം. സോ ഈ മദർ ഇങ്ങനെ വായിക്കുന്ന സമയത്ത് എന്താകും, ആ കുട്ടികൾക്ക് അണ്ടർസ്റ്റാൻഡ് ദ റീഡിങ് എന്ന് പറയുന്നത് ഭയങ്കര വാല്യുബിൾ ആണ്. സോ ഇഫ് ഷി വർ നോട്ട് ഗോ ടു സ്കൂൾ and merely just read a books, she would arguably become more knowledgeable than a conventionally educated child. ഇപ്പം നമ്മുടെ അഡീഷി അവൾക്ക് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അവളിപ്പോൾ സ്കൂളിലൊന്നും പോയിട്ടില്ല, പക്ഷെ അവൾക്ക് ബുക്കൊക്കെ വായിക്കാൻ നല്ല ഇഷ്ടമാണ്. ബുക്ക് എല്ലായ്പ്പോഴും വായിക്കും. ഒരു പ്രത്യേകതയുണ്ട്, നല്ല കൺവെൻഷനലി കറക്റ്റായിട്ട് സ്കൂളിൽ പോകുന്ന എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു കുട്ടീനേക്കാൾ നോളേജ് ഉണ്ടാകലും നമ്മുടെ ചുറ്റുമുള്ള അനീതികൾക്കെതിരെ സംസാരിക്കാനും ചോദ്യം ചെയ്യാനും കഴിയുക അത് തീർച്ചയായിട്ടും ഈ ബുക്കിനെ ഇഷ്ടപ്പെട്ട ബുക്കുകൾ വായിച്ച ഈ കുട്ടിക്കാണ്. സോ ഈ ബുക്ക് എന്ന് പറയുന്നത് വിൽ ഹെൽപ്പ് ഹെർ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ക്വസ്റ്റ്യൻ ദ വേൾഡ്, ഹെൽപ്പ് ഹെർ എക്സ്പ്രസ് ഹെർ സെൽഫ് ആൻഡ് ഹെൽപ്പ് ഹെർ ഇൻ വാട്ട് എവർ ഷി വാണ്ട്സ് ടു ബിക്കം. സോ ഷി ഡസ് നോട്ട് മീൻ സ്കൂൾ ബുക്സ്. അവൾ ഉദ്ദേശിക്കുന്ന സ്കൂൾ ബുക്സ് ഒന്നല്ല, പക്ഷെ എന്താണ് ഈ ഹിസ്റ്ററീസ്, നോവൽസ്, ഓട്ടോബയോഗ്രഫീസ്, അതായത് നമ്മുടെ ഹിസ്റ്ററിയെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഓട്ടോബയോഗ്രഫീസ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ആളുകളുടെ അവരുടെ ജീവിതാനുഭവങ്ങളെ കുറിച്ചിട്ടൊക്കെ എഴുതും. ഇതിലൂടെയൊക്കെ എഴുതുമ്പോൾ നമുക്ക് ഒരുപാട് മെസ്സേജുകൾ കിട്ടും. സോ ഇത്തരത്തിലുള്ള ബുക്കുകളാണ് നീ അവളെ കൊണ്ട് വായിപ്പിക്കേണ്ടത്. ഇനി അവൾ എന്താ പറയുക, ഇങ്ങനെ വായിക്കാൻ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല, മമ്മി വായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നീ ബ്രേബ് കൊടുക്കുക, കൈക്കൂലി കൊടുക്കുക എന്ന് പറയുന്നുണ്ട്, എന്നിട്ടൊന്നും അവൾ വായിക്കുന്നില്ലെങ്കിൽ പേ ഹെർ ടു റീഡ്. അവൾക്ക് നീ കാശ് കൊടുത്ത് അവളെ കൊണ്ട് വായിപ്പിക്കും. ദെൻ ഇടയ്ക്ക് റിവാർഡ് കൊടുക്ക്, ഗിഫ്റ്റൊക്കെ കൊടുക്ക്. I know this remarkable Nigerian woman, Angela, a single mother who was raising her child in the United States. Her child did not take to reading, so she decided to pay her 5 cents per page. അതായത് ഇവൾ വേറൊരു നൈജീരിയൻ വുമണിനെ കുറിച്ചിട്ട് പറയുന്നത് ഏഞ്ചല എന്നാണ് പേര്. ഓക്കെ, ANGELA. ഒരു സിംഗിൾ മദറാണ്. അവളുടെ മകളെ US വളർത്തുന്നത്. എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു സിംഗിൾ പേജ് വായിക്കുന്നതിന് വേണ്ടിയിട്ട് അവൾ 5 cents ആണ് കൊടുക്കുന്നത്, പേ ചെയ്യുന്നത്. സോ ഇതാണ് 5th വൺ. ദെൻ 6th സജഷൻ വരുന്നത് ടീച്ച് ഹെർ ടു ക്വസ്റ്റ്യൻ ലാംഗ്വേജ്. ഓക്കെ, സോ ലാംഗ്വേജിനെ ചോദ്യം ചെയ്യിക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും ഇവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടാകാം? നമുക്കറിയാം ഈ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രൊഡക്ഷനാണല്ലേ, അല്ലെങ്കിൽ ഒരു സ്റ്റോർ ഹൗസാണ്. നമ്മുടെ പ്രജുഡീസും നമ്മുടെ ബിലീഫും നമ്മുടെ അസംഷനും എല്ലാം അടങ്ങിയതാണല്ലോ ഈ ലാംഗ്വേജ്. സോ സ്വാഭാവികമായിട്ടും ഇവിടെ ലാംഗ്വേജിനെ ക്വസ്റ്റ്യൻ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള പ്രജുഡീസും അന്ധവിശ്വാസങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇനിക്വാലിറ്റി, ഇൻജസ്റ്റിസ്, ഇതിനൊക്കെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് അവരിവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ടീച്ച് ഹെർ ദാറ്റ് യു വിൽ ഹാവ് ടു ക്വസ്റ്റ്യൻ യുവർ ഓൺ ലാംഗ്വേജ്. ഇനി ഇവളുടെ ഒരു ഇത് പറയുന്നുണ്ട് കേട്ടോ, ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയുന്നുണ്ട്. എ ഫ്രണ്ട് ഓഫ് മൈൻ സേസ് ഷീ വിൽ നെവർ കോൾ ഹെർ ഡോട്ടർ പ്രിൻസസ്. ഇവളുടെ ഒരു സുഹൃത്തുണ്ട്. ഇവളുടെ സുഹൃത്ത് ഒരിക്കലും തൻ്റെ മകളെ പ്രിൻസസ് എന്ന് വിളിക്കാറില്ല അത്രേ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ പ്രിൻസസ് എന്നുള്ള വേർഡ് ഒരുപാട് അസംഷൻസ് ലോഡഡ് ആണത്രേ. അതായത് ഒരു ഗേള് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഗേളിന് എന്തെങ്കിലും എനിത്തിങ് എൽസ്, സോ അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രിൻസ് വരും. അപ്പോൾ അങ്ങനെ ഒരു അസംഷൻ ഉണ്ട് ഈ പ്രിൻസസ് എന്നുള്ള വേർഡ് വിളിക്കുമ്പോൾ. അതുകൊണ്ടാണത്രേ അവളെ മകളെ പ്രിൻസസ് എന്ന് വിളിക്കാത്തത്. പക്ഷേ ഷി പ്രിഫർ ഏഞ്ചൽ ഓർ സ്റ്റാർ. ഓക്കെ, ഏഞ്ചലിനെ രക്ഷിക്കാൻ അല്ലെങ്കിൽ സ്റ്റാറിനെ രക്ഷിക്കാൻ ഒരു പ്രിൻസസിന് ആവശ്യമില്ല, അവിടെ ഏഞ്ചൽ മതി. ഓക്കെ, സോ ഷി ഡിസൈഡ് ഫോർ യുവർ സെൽഫ് ദ തിങ്സ് യു വിൽ നോട്ട് സേ ടു യുവർ ചൈൽഡ് ബിക്കോസ് വാട്ട് യു സേ ടു യുവർ ചൈൽഡ് മാറ്റേഴ്സ്. ഇറ്റ് ടീച്ചേഴ്സ് ഹെർ വാട്ട് ഷീ വുഡ് വാല്യൂ. അപ്പോൾ നമ്മുടെ മക്കളോട് സംസാരിക്കുന്ന സമയത്ത് ഓരോ വേർഡ്സ് നമ്മൾ പറയുന്ന സമയത്തും നമ്മൾ എന്തായിരിക്കണം, വളരെ കെയർഫുൾ ആയിരിക്കണം. കാരണം നമ്മൾ എന്താണോ പറയുന്നത് അതാണ് നമ്മുടെ കുട്ടികൾ പഠിച്ചെടുക്കുക. അതിലൂടെയാണ് അവളുടെ ഒരു വാല്യൂ അവൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഇനി അവൾ പറയുന്നത് ഒരു ഇഗ്ബോ ജോക്കിനെ കുറിച്ചിട്ട് അവൾ പറയുന്നുണ്ട്. അതായത് നമ്മളിങ്ങനെ പെൺകുട്ടികൾ നല്ല ചൈൽഡിഷായിട്ട് സംസാരിച്ച് ചിരിച്ച് ഉന്തി തള്ളി നമ്മളിങ്ങനെ കളിക്കൂലേ, ആ സമയത്ത് അവരോട് പറയത്രേ, വാട്ട് ആർ യു ഡൂയിങ്, ഡോണ്ട് യു നോ യു ആർ ഓൾ ഇനഫ് ടു ഫൈൻഡ് എ ഹസ്ബൻഡ്. നീ എന്താ ചെയ്യുന്നത്, ഈ എന്തായിട്ടുണ്ട് ഒരു ഹസ്ബൻഡെ കണ്ടെത്താൻ മാത്രം നീ പ്രായമായിട്ടുണ്ട്. സോ ഇവൾ പറയാണ്, ഇവളിത് പലപ്പോഴായിട്ട് ഇങ്ങനെ പറയാറുണ്ട്,
പക്ഷെ പിന്നീട് ഇവൾക്ക് മനസ്സിലായി ഇതൊരു ഇൻകറക്റ്റഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്നുള്ളത്. അതിനുശേഷം ഇവൾ പറയത്രേ, യു ആർ ഓൾ ഇനഫ് ടു ഫൈൻഡ് എ ജോബ്. എനിക്കൊരു ജോബ് കണ്ടെത്താൻ മാത്രം പ്രായമായിട്ടുണ്ട്. കാരണം ഇവൾ വിശ്വസിക്കുന്നത് ഒരിക്കലും മാരേജ് അല്ലെങ്കിൽ ഗെറ്റിംഗ് എ ഹസ്ബൻഡ് എന്ന് പറയുന്നത് എന്താ പറയുക ഇസ് സംതിങ് വി ഷുഡ് ടീച്ച് യങ് ഗേൾസ് ടു അസ്പിയർ ടു. ഒരിക്കലും ജീവിതം എന്ന് പറയുന്നത് വിവാഹമാണ്, അങ്ങനെ രീതിയിൽ നമ്മൾ പഠിപ്പിക്കേണ്ട എന്നുള്ളതാണ്. ഓക്കെ. ആൻഡ് ട്രൈ നോട്ട് ടു യൂസ് വേർഡ്സ് ലൈക്ക് മിസോഗണി, പാട്രിയാർക്കി ടു ഓഫൺ വിത്ത് ചിസാലം. ചിസാലോട് ഇങ്ങനെ എപ്പോഴും പാട്രിയാർക്കി ഇങ്ങനത്തെ വേർഡ്സ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. ടീച്ച് ഹർ ടു ആസ്ക് ക്വസ്റ്റ്യൻസ് ലൈക്ക്, ഇവർ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, ആ ക്വസ്റ്റ്യൻസൊക്കെ ചോദ്യം ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ളത് കൂടി പറയുന്നുണ്ട്. വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് വിമൻ കനോട്ട് ഡു ബിക്കോസ് ദേ ആർ വിമൻ. ഒരു സ്ത്രീ ആയതുകൊണ്ട് ഒരു സ്ത്രീക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തൊക്കെ? ഡു ദിസ് തിങ് ഹാവ് കൾച്ചറൽ പ്രസ്റ്റീജ്. ഈ ഒരു കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇതിൽ കൾച്ചറൽ പ്രസ്റ്റീജസ് ഒക്കെ ഉണ്ടോ? ഇഫ് സോ ഉണ്ടെങ്കിൽ വൈ ആർ ഓൺലി മെൻ അലൗഡ് ടു ഡു തിങ്സ് ദാറ്റ് ഹാവ് കൾച്ചറൽ പ്രസ്റ്റീജ്. ഇത്തരത്തിലുള്ള കൾച്ചറൽ പ്രസ്റ്റീജസ് ആയിട്ടുള്ള തിങ്സ് ചെയ്യാൻ എന്തുകൊണ്ടാണ് പുരുഷന്മാർക്ക് മാത്രം അനുവാദം കൊടുത്തിട്ടുള്ളത്? സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ പഠിപ്പിക്കുക ആരെ? ചിസാലത്തിന്. എന്തിനു വേണ്ടിയിട്ട്? അവർ മറ്റുള്ളവർ ഇവളോട് എന്തെങ്കിലും രീതിയിൽ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവൾക്ക് ഇങ്ങനെ ഒരു ഇൻജസ്റ്റിസ് ഫീൽ ചെയ്യുമ്പോൾ ചോദ്യം ചെയ്യട്ടെ, അവൾ ചോദ്യം ചെയ്യാൻ പഠിക്കട്ടെ എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഇനി 2 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അവൾ പറയാം കേട്ടോ. എ മാൻ കുക്സ് ആൻഡ് ഹിസ് വൈഫ് ക്ലാപ്സ് ഫോർ ഹിം. ട്രൂ പ്രോഗ്രസ് ഈസ് വെൻ ഷീ ഡസൻറ്റ് ക്ലാപ്പ് ഫോർ ഹിം ബട്ട് ജസ്റ്റ് റിയാക്ട് ടു ദ ഫുഡ് ഇറ്റ് സെൽഫ്. അതായത് ഒരു പുരുഷന് അവൾ ഹസ്ബൻഡ് കുക്ക് ചെയ്തു, നല്ല അടിപൊളി ഫുഡ് ഉണ്ടാക്കി. അപ്പോൾ ഇവള് വൈഫ് എന്ത് ചെയ്തു? ക്ലാപ്പ് ചെയ്തു. ഓക്കെ. അപ്പോൾ ഇവളെ അഭിപ്രായത്തിൽ അതിൻ്റെ ഒരു പ്രോഗ്രസ് എന്താ പറയുക, ഒരു ക്ലാപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ആ ഫുഡ് കഴിച്ചിട്ട് ആ ഫുഡ് ടേസ്റ്റ് ഉണ്ട്, ഫുഡിനെ കുറിച്ചിട്ട് അഭിപ്രായം പറയുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ക്ലാപ്പിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് അവൾ ചോദിക്കണം. സോ പിന്നെ പറയുന്നത് ഈ മെക്കാനിക്, ലേഡി മെക്കാനിക് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു മെക്കാനിക് എന്താ പറയുക, ഒരു പുരുഷനാണെങ്കിൽ നമ്മൾ ജസ്റ്റ് യൂസ് ചെയ്യൽ മെക്കാനിക്ക് വന്നിട്ടുണ്ട് വീട്ടിൽ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും. പക്ഷേ അതൊരു പെൺകുട്ടിയാണെങ്കിൽ നമ്മൾ ലേഡി മെക്കാനിക് എന്നുള്ള രീതിയിലാണ് പറയുക. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ടീച്ച് ഹർ ടു ക്വസ്റ്റ്യൻ മെൻ ഹു ക്യാൻ ഹാവ് എംപതി ഫോർ വിമൻ ഓൺലി ഇഫ് ദ സീ ദം ആസ് റിലേഷണൽ റാദർ ദാൻ ആസ് ആൻ ഇൻഡിവിജ്വൽ ഈക്വൽ ഹ്യൂമൻസ്. അതായത് എപ്പോഴും ഈ പുരുഷന്മാർക്ക് സ്ത്രീകളൊരു എമ്പതിക്ക് ഫീൽ ചെയ്യാൻ കാരണം ഈ പുരുഷന്മാർ എപ്പോഴും സ്ത്രീകളെ കാണുന്നത് എന്തുമാത്രമായിട്ടാണ്? ഒരു സ്ത്രീ ആയിട്ടാണ്, അല്ലാതെ ഒരു ഇൻഡിവിജ്വൽ, ഒരു ഈക്വൽ ഹ്യൂമൻസ് ആയിട്ട് അവരെ കാണുന്നില്ല. ടീച്ച് ഹർ ടു ക്വസ്റ്റ്യൻ ദ ഐഡിയ ഓഫ് വിമൻ ആസ് എ സ്പെഷ്യൽ സ്പീഷീസ്. എന്തുകൊണ്ടാണ് സ്ത്രീകളെല്ലാം സ്പെഷ്യൽ സ്പീഷീസ് ആയിട്ട് കരുതുന്നത്? ജസ്റ്റ് ലൈക്ക് ഹ്യൂമൻസ്, അങ്ങനെ കരുതിയാൽ മതിയല്ലോ, അങ്ങനെ പറയാം. ടെൽ ചിസാലം ദാറ്റ് വിമൻ ആക്ച്വലി ഡോണ്ട് നീഡ് ടു ബി championed and revered. They just need to be treated as equal human beings. There is a patronizing undertone to the idea of women needing to be championed and revered. അതായത് സ്ത്രീകൾക്ക് അവരെ ചാമ്പ്യനായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു സ്പെഷ്യൽ സ്പീഷീസ് ആയിട്ടൊന്നും കാണണ്ട, ജസ്റ്റ് ഒരു ഈക്വൽ ഹ്യൂമൻ ബീങ്സ് ആയിട്ട് അവരെ ട്രീറ്റ് ചെയ്താൽ മതി, അതാണ് അവരുടെ ആവശ്യം. സോ അപ്പോൾ നമ്മൾ 6 പോയിൻറ്റ്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ബി എ ഫുൾ പേഴ്സൺ. സെക്കൻഡ് വൺ, ഡു ഇറ്റ് ടുഗെദർ. Third one, teach her that gender roles is absolute nonsense. Fourth one, beware the danger of what I call feminism light. And fifth one, teach Chizalam to read. And sixth one, teach her to question language. ഓക്കെ. ഇനി ഏകദേശം നമുക്കൊരു 9 സജഷൻസ് കൂടി പറയാനുണ്ട്. അത് നെക്സ്റ്റ് പാർട്ട് വീഡിയോ ആയിട്ട് വിടാം കേട്ടോ. ഓക്കെ, താങ്ക് യു.